ഹായ് ശ്രീശലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 4 ആവുകയാണ്. നമ്മൾ കാൻസാസിൽ നിന്ന് ലാസ് വെഗാസിലേക്ക് യാത്രയാണ്. 3 എപ്പിസോഡ് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 4-മത്തെയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഈ എപ്പിസോഡിൽ ട്രെയിൻ ജേണിയാണ്. അതായത് ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്ക് വില്യംസ്, അരിസോണയിലെ ഒരു സ്ഥലമാണ്, അരിസോണ സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് വില്യംസ്. അവിടുന്ന് ഏർലി മോർണിംഗ് റെയിൽവേ ജേണി ഉണ്ട്. അപ്പോൾ അത് നേരെ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്കാണ്. ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കുന്ന ഒരു ജേണിയാണ്. ഒരു 65 മൈല്, ഏകദേശം ഒരു 104 കിലോമീറ്റർ സംതിങ് ആണ് നമുക്ക് ട്രാവൽ ചെയ്ത് അവിടെ എത്താളെ. പോണ വഴിക്ക് കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോയിരുന്നു. കുറേ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള യാത്രകളൊക്കെ ആയിരുന്നു. ഈ ട്രെയിൻ ജേണി നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിക്കൽ പ്രോഗ്രാംസുകളും മ്യൂസിക്കൽ ലേഡി വന്നിട്ട് ഗിറ്റാർ വെച്ചിട്ട് ഒരു പാട്ട് പാടലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവിടുത്തെ കൗബോയുടെ ഒരു തെരുവ് നാടകം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ട്രെയിനിൽ വീണ്ടും കയറുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കുറച്ചൊരു ഡ്രാമകളൊക്കെ ട്രെയിനിൽ നടന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിൻ ജേണി അങ്ങനെ എത്തിപ്പെടുന്ന ഗ്രാൻഡ് കാനിയോണിന്റെ നാഷണൽ പാർക്ക് ആണെങ്കിലും അത് അടിപൊളിയായിരുന്നു. നല്ല വ്യൂസും അടിപൊളി വ്യൂകളും. അവിടെ കുറച്ച് നേരം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഒരു 3-3.5 മണിക്കൂർ നമ്മൾ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിൽ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു ജേണിയുടെ ഒരു വീഡിയോ ആണ് ഈ എപ്പിസോഡ്. അപ്പൊ എന്തായാലും എല്ലാവരും കാണണം. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുവരും. Trip to the Grand Canyon, and then again if you're going to be riding on the Anasazi on the southbound trip back to the Williams, you'll see me again here in this car. We are going to be hitting 65 miles of track today, going 40 miles an hour. Yeah, we're going to be getting to the canyon about 10:45 this morning. Go ahead and look out the AB window, guys, and that's how I'll reference to which side of the windows you need to look at. So AB side window, you'll see a few people, some waivers. It's a little cold out, so maybe not as many, but you'll see a few paid waivers. It's a nickel a wave, so let's keep them in. അങ്ങനെ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്കുള്ള യാത്ര തുടങ്ങി. നമുക്ക് ഒരു 2.5 മണിക്കൂറാണ് കേട്ടോ അവിടെ എത്തിച്ചേരാൻ. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ സൈഡിലുള്ള വ്യൂസൊക്കെ കണ്ട് ഈ ലേഡി നമുക്ക് പല ഇൻസ്ട്രക്ഷൻസും പല സ്ഥലങ്ങളിലെത്തുമ്പോൾ എന്താ അതൊക്കെ എന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. 1901 ഈ റെയിൽവേ സ്ഥാപിതമായത്. ഏകദേശം 65 മൈൽ 105 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര അതിമനോഹരമായ പൈൻ വനങ്ങളിലൂടെ കടന്നാണ് പോകുന്നത്. ഗ്രാൻഡ് കാനിയോൺ റെയിൽവേ ഒരു ചരിത്രപ്രസിദ്ധമായ ട്രെയിൻ യാത്രയാണ്. ഇത് വില്യംസ്, അരിസോണയിൽ നിന്ന് ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലെ സൗത്ത് റിമിലേക്കാണ് പോകുന്നത്. ട്രെയിനിൻ്റെ പ്രധാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നത് ഒരു 9:30-ക്കാണ്. ട്രെയിൻ എല്ലാ ദിവസവും പ്രതിദിനം ഉണ്ട് കേട്ടോ. അത് വില്യംസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെടും. അത് ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഗ്രാൻഡ് കാനിയോണിലെത്തും നാഷണൽ പാർക്കിൽ. തിരിച്ചു വരുന്നത് ഒരു 3:30 ഗ്രാൻഡ് കാനിയോണിൽ നിന്ന് തിരിച്ച് യാത്ര വന്ന് 5:45 ആകുമ്പോഴേക്കും തിരിച്ച് വില്യംസിൽ തന്നെ വന്നെത്തും. Waiting for y'all to have your vacation. ഈ ട്രെയിൻ യാത്രയിൽ ഇതുപോലെ ലൈവ് മ്യൂസിക്, അതുപോലെ കൗബോയ്സ്, നമ്മൾ മുമ്പ് കണ്ടുല്ലോ ഒരു തെരുവ് നാടകം, അവരുടെ കൗബോയ്സിൻ്റെ ഡ്രാമകളൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ഇരിപ്പ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ കൗബോയ്സിൻ്റെ തെരുവ് നാടകം ഇട്ടിട്ടുണ്ട്. അവർ തന്നെ ഇതിൽ വരും കുറച്ച് കഴിഞ്ഞാൽ. ഇവരുടെ പരിപാടി കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ നേരമായിട്ട് ഇരുന്നപ്പോൾ നമുക്കൊന്ന് നടന്ന് ട്രെയിനൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടിക്കറ്റിന് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, നമുക്ക് എല്ലാം ഒന്ന് കണ്ടുവരാം. കാരണം ഇവിടെ ബുക്കിങ്ങും പാക്കേജുകൾ എങ്ങനെയാ വെച്ചാൽ ബുക്ക് ചെയ്യുന്ന ക്ലാസ്സുകൾ കോച്ച് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ ലക്ഷറി പാർലർ ഉണ്ട്, ഒബ്സർവേഷൻ ഡോം ഉണ്ട്. കോച്ച് ക്ലാസ് ആണ് ഏറ്റവും സ്റ്റാർട്ടിങ്, ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ മൊത്തം ചുറ്റിക്കാണാൻ പറ്റും. ഇതാണ് ഒബ്സർവേഷൻ ഡോം. അപ്പോൾ ഇവിടെ നിന്ന് നല്ല വ്യൂ ആകും.
Lookout Studio. We're going to walk on over towards the it's a 5-story home of the Cole brothers. And these guys built this just amazing house up here. You can go out into the Cole Studio. There's a neat little gift shop in there. ആരുമില്ലല്ലേ എൻ്റെ ഞങ്ങൾ ആരും ഇല്ലാത്തൊരു കോച്ച് കണ്ടു കേട്ടാ. അങ്ങനത്തെ 2 കോച്ച് ഉണ്ടെന്നാ പറഞ്ഞേട്ടെ. ആമിക്ക് ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അവളത് ഓടിക്കളിക്കണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു. മിക്ക സ്ഥലങ്ങളിൽ ഇതേപോലെ ഭക്ഷണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അവിടുത്തെ അവർ തനിതായിട്ടുള്ള ബിയറും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അത് പേ ചെയ്യണം. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പേ ചെയ്തിട്ട് നമുക്കത് വാങ്ങാം. നല്ല മിക്ക കമ്പാർട്ട്മെൻറ്റിലും ഇങ്ങനത്തെ ഭക്ഷണങ്ങളുണ്ടാവും. നല്ല രസമായിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. നല്ല വ്യൂവും കണ്ട് നല്ല രസമായിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിത് ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുന്നു. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ് ഗ്രാൻഡ് കാനിയോൺ വില്ലേജ്. ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിൻ്റെ സൗത്ത് റിമിലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പ്രകൃതിദത്ത കാഴ്ചകൾ, ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം അവിടെ കാണാം. ഈ ഒരു വ്യൂ കാണാനുള്ള ഭംഗി നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഇത് കാണാനാണ് നമ്മൾ ഇത്ര യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഈ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്ക് കാണാൻ പറ്റിയ നല്ല സമയം എന്ന് പറഞ്ഞു വെച്ചാൽ മാർച്ച്, മെയ്, പിന്നെ സെപ്റ്റംബർ, നവംബർ ആ സമയത്തൊക്കെ നല്ല കാലാവസ്ഥയാണ്. തിരക്ക് വളരെ കുറവാകും. ജൂൺ, ഓഗസ്റ്റ് ഒക്കെ വരുമ്പോൾ, ജൂൺ ടു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചൂടും ഉണ്ടാവും, നല്ല തിരക്കും വരും. ഇപ്പം ഞങ്ങൾ വന്ന പോലെ ഡിസംബർ, ഫെബ്രുവരി സമയങ്ങളിൽ ഞങ്ങൾക്ക് മഞ്ഞധികം കാണാൻ പറ്റിയില്ല. ശരിക്കും ഈ സമയം മഞ്ഞ് ചായുന്ന കാനിയോണിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എത്ര കണ്ടാലും മടുക്കാത്ത രീതിയിലാണ്, നല്ല രസത്തിലാണ് കേട്ടോ കാനിയോൺ നിൽക്കുന്നത്. അവിടെ നല്ല ഭംഗിയിൽ ഇതേപോലെ മരങ്ങളും ഒരു ചെറിയ പച്ചപ്പും നല്ല ഇളം കാറ്റും, നല്ല ഇളം കാറ്റെന്ന് പറഞ്ഞാൽ തണുപ്പുണ്ട്, കാറ്റും നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇനി അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ, ഈ കെട്ടിടത്തിൻ്റെ ഉള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്ഥിരം പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളെ ഷോപ്പിലൊന്ന് കയറി.
നമ്മൾ പതിവ് പോലെ ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു കീ ചെയിനും എടുത്തു. ഇവിടെ ഹൈക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ഹൈക്കിംഗ് ഇപ്പോൾ വേണ്ടാത്തവർക്ക് ഇവിടെ ഹെലികോപ്റ്റർ ടൂർ ഉണ്ട്, പിന്നെ ഡെസേർട്ട് വ്യൂ ഡ്രൈവ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അപ്പോൾ അതേ കുറച്ച് നേരം കൂടി അവിടെ കറങ്ങിയിട്ട് നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കണം. ഭക്ഷണം എന്തായാലും ഇവിടെ ഉണ്ട്. ഹോട്ടലുകൾ കുറേ ഹോട്ടലുകൾ തന്നെ വഴി കണ്ടു. നല്ല തിരക്കുണ്ട്. എന്തായാലും ഈ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കണം എല്ലാവരും. ഈ ഗ്രാൻഡ് കാനിയോണിലുള്ള കുറേ കല്ലുകൾ അവരിങ്ങനെ ശേഖരിച്ച് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എത്ര വർഷം, എത്ര മില്യൺ ഇയേഴ്സ് ഓഫ് എത്ര വർഷം മുമ്പുള്ളതെന്നൊക്കെ എഴുതിയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ കല്ലുകൾ ഇങ്ങനെ കാണാം. പിന്നെ നമുക്കവിടെ ടെലസ്കോപ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ദൂരെ ഉള്ളതൊക്കെ ഇങ്ങനെ കാണാനും നല്ല രസമായിരുന്നു. അതങ്ങനെ കുറേ ടെലസ്കോപ്പുകൾ അവരിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതേപോലെ കല്ലുകൾ ഇങ്ങനെ നിരത്തി ആ വഴി കൂടെ ഇങ്ങനെ മൊത്തം വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളോളം പഴക്കമുള്ള കല്ലുകളാണ്. വിശപ്പ് ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ അതേ തൊട്ടടുത്തൊരു ഹോട്ടൽ കണ്ടു. ഹോട്ടലിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്, നമുക്ക് അവിടെ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. നാട്ടിലെ ഷോപ്പിംഗ് മോള് പോലെ പല കടകളും ഉണ്ട് കേട്ടോ സൈഡുകളിൽ. മാനുകളുടെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള രൂപങ്ങൾ ഇങ്ങനെ മുകളിൽ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഭംഗി വേറെ. അങ്ങനെ ഇത് ഞങ്ങളവിടെ ഇതാണ് ഹോട്ടലിലേക്ക് കയറാനുള്ള വഴി. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നല്ല ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അധികം നിന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വേറൊരു ഹോട്ടലുണ്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടുള്ള നടത്താണ്. Rim Trail. അധികം നടക്കേണ്ടി വന്നില്ല. കുറച്ച് നടക്കുമ്പോഴേക്കും അടുത്ത ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടുത്തെ മെനു ഒക്കെ കണ്ടത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബിയറൊക്കെ ഉണ്ട്, ഗ്രാൻഡ് കാനിയോൺ ബിയർ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. നല്ല ഉച്ചയ്ക്കുള്ള കഴിക്കാൻ അവിടെ ഭക്ഷണം, ബർഗർ പോലത്തെ ഐറ്റംസും പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു. നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വന്നു. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളിനി ഇവിടുന്ന് വീണ്ടും 2.5 മണിക്കൂർ തിരിച്ചു പോകണമല്ലോ. അപ്പോൾ മുമ്പ് കണ്ടുള്ള കാഴ്ചകളും, പക്ഷേ സൂര്യ അസ്തമിക്കണ സമയമായി തുടങ്ങി. അപ്പോൾ കാണാൻ ഇത്തിരിയും ഭംഗിയായിരുന്നു രാവിലെ വരുന്നേക്കാട്ടും. പെട്ടെന്നായിരുന്നു ഇത് സംഭവിച്ചത്. കൊള്ളക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു. നമ്മൾ ട്രെയിൻ നിർത്തിയിട്ട് അവരിത് ട്രെയിനിൽ കയറി. നമ്മളെല്ലാം കൈയൊക്കെ പൊക്കി എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ശരിക്കും ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഡ്രാമ തെരുവ് നാടകം ഉണ്ടായിരുന്നു. ആ ടീമുകൾ വീണ്ടും ഇതിൽ കയറിയതാണ്. അപ്പോൾ അവർ ചെറിയൊരു ഡ്രാമ നടത്തിയതാണ്. ഇത് നമ്മുടെ പോലീസുകാരൻ കയറി.
അപ്പോൾ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് സർപ്രൈസും ഇതൊക്കെ ഒളിച്ചിട്ടുള്ളൊരു ജേണിയാണ് ഈ ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്കുള്ള ഒരു യാത്ര. നല്ല രസമായിരുന്നു, വളരെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. തിരിച്ച് ഒരു 5:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഈ കാണുന്നതാണ് പോളാർ എക്സ്പ്രസ്. ഇന്ന് നമുക്ക് രാത്രി ഇനി പോളാർ എക്സ്പ്രസ്സിൽ ഒരു റൈഡും കൂടി ഉണ്ട്. അതിന് മുമ്പ് തിരിച്ച് ഹോട്ടലിൽ പോകണം. അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് നടന്നു വരണം. എന്താ എങ്ങടാ നമ്മള് പോണേ? ഇതാണ് പോളാർ എക്സ്പ്രസ്. അപ്പോൾ പോളാർ എക്സ്പ്രസിന്റെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.